ഹലോ ഫ്രണ്ട്സ്, ഞാൻ നസ്രിയ. വെൽക്കം ടു അടുക്കള മാജിക് റെസിപ്പീസ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊറോട്ടയാണ്. ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു റെസിപ്പിയാണ് പൊറോട്ട. അതുപോലെ ചിലരെല്ലാം ഈ ലെയറൊന്നും കറക്റ്റ് വരില്ല എന്നെല്ലാം പരാതി പറയുന്നത് കേൾക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി കൂടുതലായിട്ടും ഇടുന്നത്. ഈ റെസിപ്പി ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ പോലും നല്ലൊരു പൊറോട്ട ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങുന്ന അതുപോലെ നല്ല ലെയറുള്ള അടിപൊളി പൊറോട്ട ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. 250 ml കപ്പിൽ ഒരു 6 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ മൈദ മേടിച്ചിട്ട് അതിൽ നിന്ന് ഒരല്പം മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്തതാണിത്. ഒരല്പം മാറ്റി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു കോഴിമുട്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എടുത്താലും കുഴപ്പമില്ല, നല്ലതാണ്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾ പഞ്ചസാര ഇടാതെ ഇരിക്കരുത്, ഇതിനെക്കൊണ്ട് പൊറോട്ട മധുരമുള്ളതായി പോകുന്നില്ല. തീർച്ചയായും പഞ്ചസാര ഇടണം. ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് പൊടി കുഴക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. അതിനുശേഷം വീണ്ടും ഓയിലിൻ്റെ ആവശ്യമുണ്ട്. അത് ഞാൻ അളവ് പറയുന്നില്ല, ആവശ്യത്തിനുള്ളത് എടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനാദ്യം നമുക്ക് പൊടി എടുക്കാം. ഞാനിവിടെ 6 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊടി കപ്പിൽ അളന്നെടുത്തത്. ഞാനിവിടെ 1 കിലോ പൊടി മേടിച്ചിട്ട്, മൈദപ്പൊടിയാണ്, 1 കിലോ മൈദപ്പൊടി മേടിച്ചിട്ട് അതിൽ നിന്ന് ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഒരല്പം എപ്പോഴും മാറ്റി വെക്കുന്നത് നല്ലതാണ്. പൊടി അഥവാ ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പൊടിയെടുത്ത് കുഴക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. നിങ്ങൾ തീർച്ചയായും ഈ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇതിനെക്കൊണ്ട് നമുക്ക് മധുരമായി പോകുന്നില്ല നമ്മളെ പൊറോട്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ മുട്ട കൂടെ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ട ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി കൈ വെച്ചിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടിയിൽ അളവിനനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ വ്യത്യാസം വരും. നിങ്ങൾ അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. 1.25 കപ്പ് വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ ചപ്പാത്തി മാവിനേക്കാളും ഒരല്പം ലൂസിലാണ് നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കേണ്ടത്. ഇതെല്ലാം നന്നായി മിക്സായി കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലെല്ലാം നന്നായി മാവ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ടാവും. ആ സമയത്ത് നമുക്ക് കയ്യിലൊരല്പം പൊടി ഇട്ട് തടവി കൊടുത്താൽ നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ കഴിയും. മാവ് നന്നായി സ്റ്റിക്കിയായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് നന്നായി ഹാർഡായി പോവും. അപ്പോൾ പൊറോട്ട നന്നായി സോഫ്റ്റായി കിട്ടില്ല നമുക്ക്. കൈമേൽ ഇങ്ങനെ പൊടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായി പിന്നെ മാവ് കുഴച്ചെടുക്കാൻ കഴിയും. ഒരല്പം ലൂസിലുള്ള മാവായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാത്രത്തിലിട്ട് കുഴക്കേണ്ട, നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായി സോഫ്റ്റായി കിട്ടുള്ളൂ. നമുക്ക് പാത്രത്തിലിട്ട് കുഴക്കുകയാണെങ്കിൽ നന്നായി കുഴച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ പൊറോട്ട അത്ര സോഫ്റ്റായി വരില്ല. ഇതൊരു 15 മിനിറ്റ് നന്നായി തന്നെ കുഴച്ചെടുക്കണം. വേണമെങ്കിൽ ഒരല്പം എണ്ണ അതേപോലെ പൊടിയൊക്കെ കൈമലാക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ വൃത്തിക്ക് കുഴച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കുഴക്കുമ്പോൾ തന്നെ അത് നന്നായി സോഫ്റ്റായി വരുന്നത് മനസ്സിലാവും. ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുഴച്ച് നിർത്താം. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. നമ്മൾ നേരത്തെ പൊടി കുഴക്കാനെടുത്ത പാത്രത്തിൽ ഒരല്പം എണ്ണ തടവി കൊടുക്കുക. അതുപോലെ മാവുമ്മലും നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക. ഒരു നനഞ്ഞ കിച്ചൺ ടവൽ വെച്ചിട്ട് നമുക്ക് എന്നിട്ട് അത് മൂടി വെക്കാം.
ഈ മാവ് ഞാൻ 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തും മുൾഭാഗത്തും എല്ലായിടത്തും നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുക. ഈ മാവ് ഉണങ്ങിപ്പോയിട്ട് ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ പുരട്ടി കൊടുക്കുന്നതും അതുപോലെ നനഞ്ഞ ടവൽ വെച്ചിട്ട് മൂടി കൊടുക്കുന്നതും. നമുക്കിനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഉരുളകളാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടി എടുക്കുന്ന മാവിനേക്കാളും ഒരല്പം വലിയ ഉരുളകളാക്കി എടുക്കണം. എങ്കിലേ നമുക്ക് കുറച്ച് വട്ടത്തിലുള്ള പൊറോട്ട കിട്ടുള്ളൂ. ഈ ലെയറൊക്കെ ആയി വരുമ്പോൾ ചപ്പാത്തിയേക്കാളും വലിപ്പം കുറഞ്ഞു പോകും പൊറോട്ടയ്ക്ക് അല്ലെങ്കിൽ. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിൽ നന്നായി എണ്ണ പുരട്ടണം. നന്നായിട്ട് തന്നെ എണ്ണ പുരട്ടണം, അതല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുള്ളൂ. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിനെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഓരോ ഉരുളകളാക്കി എടുക്കുക. ഇതിപ്പോൾ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനതാ ഇതുപോലെയാണ് ഉരുളകളാക്കി എടുക്കേണ്ടത്. അടിഭാഗത്ത് നിന്ന് ഉള്ളിലിട്ടിങ്ങനെ കുത്തിയിട്ട് ബലൂൺ പോലെ ആക്കുന്നത് പോലെയാണ് ഉരുളകളാക്കി എടുക്കേണ്ടത്. ആ ഉരുളകളിൽ മേലൊക്കെ എണ്ണ ആക്കി എടുക്കണം. അതുപോലെ നമ്മളെ കൈയും തന്നെ നന്നായി എണ്ണ പുരട്ടിയെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മാവെല്ലാം കൈയുമ്മലെല്ലാം ഒട്ടിപ്പിടിക്കും. ഇത്രയും പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് 17 പൊറോട്ടയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, 6 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെക്കൊണ്ട് 17 പൊറോട്ട നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ കടയിൽ നിന്നെല്ലാം കിട്ടുന്ന പോലെ അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ള മീഡിയം സൈസിലുള്ള ഒരു പൊറോട്ട. ഇനി ഇതുപോലെ എണ്ണയാക്കിയിട്ട് എല്ലാ മാവും നന്നായി ഉരുട്ടിയെടുക്കുക. എണ്ണ അത്യാവശ്യം പിശുക്കാതെ നല്ലപോലെ ഉപയോഗിക്കേണ്ടി വരും, എങ്കിലേ നന്നായി പൊറോട്ട കിട്ടുള്ളൂ. ഇനി നമ്മൾ ഉരുട്ടി വെച്ച ഉരുളകളെല്ലാം ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം. നമ്മൾ മുഴുവൻ ഉരുളകളും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പുമ്മൽ വീണ്ടും നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുക. കുറഞ്ഞു പോവരുത്, നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഈ മാവ് അവിടെ ഒട്ടിപ്പിടിക്കും. ഇനി വീശാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള സ്റ്റെപ്പ്. ഇനി ഇത് നമ്മൾ വീശിയിട്ടല്ല എടുക്കുന്നത്. ഇത് നമ്മൾ നന്നായി ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. ചപ്പാത്തി പരത്തുന്ന പോലെയല്ല, അതിനേക്കാളും നന്നായി കട്ടി കുറച്ചിട്ട്, കീറിയാലും കുഴപ്പമില്ല, അതുപോലെ നമുക്ക് ഷേപ്പായി കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നന്നായി കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മളിത് പരത്തിയെടുത്തു കഴിഞ്ഞാൽ ഈ കൗണ്ടർ ടോപ്പിൻ്റെ കളർ നമുക്കതിൻ്റെ മുകളിൽ കാണാൻ പറ്റും. അത്രത്തോളം കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കണം. നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ മാക്സിമം കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കുക. പരത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ ചപ്പാത്തി റോളറിൻ്റെ മുകളിൽ നന്നായിട്ട് എണ്ണ പുരട്ടുക, അതുപോലെ കയ്യിൽ എണ്ണ പുരട്ടുക, ഈ കൗണ്ടർ ടോപ്പുമ്മലും എണ്ണ പുരട്ടുക. പരത്തി കഴിഞ്ഞിട്ട് ആ പരത്തിയതിൻ്റെ മുകളിൽ നന്നായിട്ട് എണ്ണ പുരട്ടുക. ഈ ലെയർ വൃത്തിക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പുരട്ടുന്നത്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇത് പീസാക്കി എടുക്കാം. മാക്സിമം വീതി കുറച്ചിട്ട് വേണം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കുക. ഇത് ഒരുമിച്ചാക്കുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി എണ്ണ പുരട്ടാൻ പറഞ്ഞത്. അപ്പോഴാണ് നന്നായി ലെയറൊക്കെ വൃത്തിക്ക് വരിക. ഇനി അതുമേൽ നന്നായി എണ്ണ പുരട്ടി മാറ്റി വെക്കാം. ഇനി ഇതുപോലെ എല്ലാ ഉരുളകളും ഇതുപോലെ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. പരത്തി ചുറ്റിച്ചെടുത്ത് മാറ്റി വെക്കണം. ആ ചുറ്റിച്ചതിന് ശേഷം നമ്മൾ എണ്ണ പുരട്ടണം, അതല്ലാന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി പോവും.
കണ്ടില്ലേ, ഇതുപോലെ മാക്സിമം വളരെ കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കാൻ ശ്രമിക്കണം. കട്ടി കുറച്ചാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കട്ട് ചെയ്തെടുക്കുമ്പോഴും തന്നെ അതേ ഡിസ്റ്റൻസ് ഇല്ലാണ്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ മുഴുവൻ പൊറോട്ടയും റെഡിയാക്കി എടുക്കണം. ഓരോ പ്രാവശ്യം പരത്തുമ്പോഴും നമ്മൾ കൗണ്ടർ ടോപ്പുമ്മൽ എണ്ണ ആക്കാൻ മറക്കരുത്, അപ്പോൾ ഒട്ടിപ്പിടിക്കും. പൊറോട്ടൻ്റെ മുഴുവൻ മാവും ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് പരത്തി ചുട്ടെടുക്കണം. നമ്മൾ പിന്നെ ചപ്പാത്തി റോളർ കൊണ്ടല്ല, പിന്നെ കൈ കൊണ്ട് പരത്തിയാൽ മതി. ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്തിട്ട് പിന്നെ കട്ടി കുറച്ച് കൊണ്ടുവരരുത്. ചെറിയൊരു കട്ടിയിൽ വേണം നമ്മൾ പൊറോട്ട ആക്കാൻ, അല്ലെങ്കിൽ ലെയറൊന്നും കറക്റ്റ് വരില്ല. അപ്പോൾ ഇതിൻ്റെ ലെയറുകളെല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊറോട്ടൻ്റെ ആ മുകൾ ഭാഗത്ത് മാത്രം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. തിരിച്ചും മറിച്ചും എടുത്തിട്ട് പ്രസ് ചെയ്യരുത്, അപ്പോഴും തന്നെ നമ്മൾ ലെയറുകളെല്ലാം പോവും. മുഴുവൻ പൊറോട്ടയും ഒരുമിച്ച് ഇതുപോലെ പരത്തി വെക്കണ്ട. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 3 എണ്ണം ഒരുമിച്ച് ഇങ്ങനെ പരത്തിയെന്നേ ഉള്ളൂ. ഓരോന്നിങ്ങനെ ചുടുമ്പോൾ തന്നെ നമുക്ക് പരത്തിയിട്ട് അപ്പം ചുട്ടെടുക്കാൻ കഴിയും. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഈ പൊറോട്ട വെന്ത് വരാൻ അല്പം സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഓരോ പൊറോട്ട വെന്ത് വരുന്ന സമയം കൊണ്ട് അടുത്ത പൊറോട്ടയുടെ മാവ് നമുക്കിതുപോലെ പരത്തി റെഡിയാക്കി വെക്കാൻ കഴിയും. ഇനി നമുക്ക് പൊറോട്ടകളെല്ലാം ചുട്ടെടുക്കാം. ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്, അതിലൊരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായതിനു ശേഷം മാത്രം നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. ഒരു അടിഭാഗം ഒരൽപ്പം ആയുമ്പോഴത്തേക്കിനും നമുക്ക് മറിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോവും. പിന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് നോക്കി തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉറ്റിച്ചു കൊടുക്കുക. ഇതിൽ അത്യാവശ്യം എണ്ണ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളെപ്പോഴും ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നമുക്ക് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കരുത്,
അപ്പോൾ പൊറോട്ട നന്നായി വരില്ല. നമ്മുടെ ഫസ്റ്റത്തെ പൊറോട്ട ഇപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതുപോലെ ബാക്കിയുള്ള മുഴുവൻ പൊറോട്ടയും ചുട്ടെടുക്കണം. ഇതിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ ലെയറുകളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടോടെ തന്നെ പൊറോട്ട അടിച്ചെടുക്കണം. അപ്പോഴാണ് ഇത് വേർപെട്ട് വരിക. ഇത് ചൂടോടുകൂടി നന്നായി അടിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കടയിൽ നിന്നെല്ലാം കിട്ടുന്നത് പോലെ ഇതിൻ്റെ ലെയറുകൾ നല്ല വേറെ വേറെ നിൽക്കുള്ളൂ. ഇത് ഒരു 5-6 പൊറോട്ട ഒരുമിച്ച് വെച്ചിട്ട് കട്ടിയിലാക്കിയിട്ട് വേണം അടിച്ചെടുക്കാനും. എന്നാലേ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ പൊറോട്ട ഇപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യുക. തീർച്ചയായും ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തി നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് പൊറോട്ട പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയും. ഇതുപോലെ ഇതേ സെയിം റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്രയും സിമ്പിളാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മിക്കവാറും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടില്ല ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ലെയറൊക്കെ വേറെ വേറെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ടൻ്റെ അതേ ടെക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്